നമസ്കാരം. ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം 1201 ആണ്ട് മലയാള മാസ പുതുവർഷ ഫലമാണ്. അത് തിരുവോണ നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. തിരുവോണ നക്ഷത്രം, ഇവർക്ക് പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 6-ൽ നിൽക്കുന്നു, ശനി 3-ൽ നിൽക്കുന്നു, രാഹു 2-ൽ നിൽക്കുന്നു, കേതു 8-ൽ നിൽക്കുന്നു. ഇവരെ സംബന്ധിച്ച്, ഈ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 6-ലെ വേഴം ദോഷാനുഭവങ്ങൾ തരും. കാരണം 3, 6, 11 ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ പോലും ആ ശുഭത്വം കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വേഴം 6-ൽ നിൽക്കുന്നത് ദോഷാനുഭവങ്ങൾ തരും. അതായത് 6 രോഗത്തിൻ്റെ സ്ഥാനവും 6 ശത്രുവിൻ്റെ സ്ഥാനവും കൂടിയാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ ശത്രുപീഡകൾ ഉണ്ടാകാം, ശത്രുദോഷങ്ങൾ അനുഭവത്തിൽ വരും, ശത്രുക്കൾ ഉണ്ടാകും. നമ്മൾ മിത്രമാണെന്ന് കരുതുന്നവർ പോലും ഈ സമയത്ത് നമ്മുടെ ശത്രുവായി മാറുന്ന സമയമാണിത്. അതുപോലെ തന്നെ രോഗത്തിൻ്റെ സ്ഥാനമാണ് 6. രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിധത്തിലുള്ള രോഗമായാലും രോഗം തന്നെയാണല്ലോ. അപ്പോൾ രോഗത്തിന് ശമനമില്ലാതെ, രോഗം ഉള്ളവരാണെങ്കിൽ രോഗത്തിന് ശമനമില്ലാതെ പോകും. അല്ലെങ്കിൽ രോഗമില്ലാത്തവരാണെങ്കിൽ ഈ സമയത്ത് രോഗങ്ങൾ വന്ന് പിടിപെടാം. പ്രത്യേകിച്ച് വേഴമാണ്. വേഴത്തിനെ കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ കഫസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും, ധനപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും. വേഴം ധനകാരകനാണല്ലോ. ആ ധനകാരകനായ വേഴം 6-ൽ നിൽക്കുമ്പോൾ ശത്രുശല്യം മാത്രമല്ല, ഇവരെ കൊണ്ട് നമ്മൾക്ക് സാമ്പത്തിക തടസ്സങ്ങളും ഉണ്ടായെന്ന് വരും. ഇത് കൂടാതെ ശനി 3-ൽ നിൽക്കുന്നതാണ് കാണുന്നത്. ശനി 3-ൽ നിൽക്കുന്നത് നല്ലതാണ്. അപ്പം 3 എന്ന് പറഞ്ഞാൽ സഹോദര സ്ഥാനമാണ്. 3, 6, 11-ൽ നിൽക്കുന്ന ശനി അല്ലെങ്കിൽ പാപഗ്രഹം അത് ഗുണം ചെയ്യും ആ ജാതകന്. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി 3-ൽ നിൽക്കുന്നത് സഹോദര ഗുണം കിട്ടാനിട വരുത്തും. സഹോദരന്മാരുമായി സഹവർത്തിത്വത്തോടെ പെരുമാറാനും സഹോദര ബന്ധുക്കളുമായിട്ട് സഹോദരസ്ഥാനീയരായിട്ട് കൂടുതൽ അടുപ്പത്തോടെ പെരുമാറാനും അവരിൽ നിന്നും ധനനേട്ടങ്ങൾ ഉണ്ടാകാനും ഈ സമയം ഇവർക്ക് ഉപകരിക്കും. അപ്പോൾ ശനി 3-ൽ നിൽക്കുന്നത് തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കും. രാഹു ഇവർക്ക് സംബന്ധിച്ച് 2-ലാണ്. രാഹു 2-ൽ നിൽക്കുന്നത് ഏറ്റവും നല്ലതല്ല, ഏറ്റവും ദോഷമാണ്. 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്. അപ്പോൾ ധനസ്ഥാനത്ത് പാപഗ്രഹം നിൽക്കണേന്. പാപഗ്രഹം ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് ധനനഷ്ടങ്ങൾ, അത് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനനഷ്ടങ്ങൾ ഉണ്ടാകും. അതേപോലെ 2 വാക്കിൻ്റെ സ്ഥാനമാണ്, കുടുംബത്തിൻ്റെ സ്ഥാനമാണ്. കുടുംബത്തിൽ സ്വസ്ഥത കുറയും. വാക്കിൽ നിന്നും പ്രവൃത്തി ദോഷങ്ങളുണ്ടാവും. വാക്ക് വഴി നമുക്ക് ദോഷാനുഭവങ്ങളുണ്ടാവും. അപ്പോൾ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം, മിതത്വം പാലിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇവരെ സംബന്ധിച്ച്, ഈ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹു 2-ൽ നിൽക്കുന്നത് അത്ര ഗുണകരമല്ല എന്നാണ് കാണുന്നത്. പിന്നെ കേതു 8-ലാണ് വരുന്നത്. 8 എന്ന് പറഞ്ഞാൽ അഷ്ടമമാണ്. കേതു 8-ൽ നിൽക്കുന്നത് ദോഷാനുഭവങ്ങൾ കൂടുതലുണ്ടാക്കും. 8 എന്ന് പറഞ്ഞാൽ അഷ്ടമഭാവമാണ്. അഷ്ടമഭാവത്ത് ദോഷാനുഭവങ്ങൾ വരും. അതായത് അപകട ഭീതി ഉണ്ടാകും, പതനഭയമുണ്ടാകും. അതേപോലെ തന്നെ മറ്റ് പ്രവൃത്തികളിലെല്ലാം തടസ്സങ്ങളുണ്ടാകും. അപകടം, അതായത് വാഹനങ്ങൾ ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ 8-ലെ കേതു അത്ര ഗുണം ചെയ്യില്ല. അപ്പോൾ വാഹന സംബന്ധമായ അപകടങ്ങളില്ലാതെ നോക്കുന്നത് വളരെയധികം നല്ലതാണ്. വാഹനം ഓടിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് കേതു 8-ലാണ് വരുന്നത്. അപ്പോൾ ഈ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷം അത്ര ഗുണകരമല്ല. ശനി 3-ൽ നിൽക്കുന്നത് മാത്രമേ ഇവർക്ക് ഗുണമുള്ളൂ. അപ്പോൾ ഗുണവും ദോഷവും ഉണ്ടാവും. എന്നാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷാനുഭവങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇതിന് പരിഹാരമായിട്ട് ഇവർ ചെയ്യുന്നത് വിഷ്ണു പ്രീതി നേടുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ്. വിഷ്ണുവിന് അല്ലെങ്കിൽ കൃഷ്ണന് തുളസി മാല ചാർത്തുന്നത്, വെണ്ണ നിവേദിക്കുന്നത്, പാൽപ്പായസം നിവേദിക്കുന്നത്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് എല്ലാം വളരെയധികം നല്ലതാണ്. കൂടാതെ ഗണപതിക്ക് വഴിപാട് നടത്തുന്നതും വളരെ നല്ലതാണ്. ഗണപതിക്ക് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. തടസ്സങ്ങൾ മാറ്റുന്ന ദേവതനാണല്ലോ ഗണപതി ഭഗവാൻ.
അപ്പോൾ ഗണപതി ഭഗവാന് തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി നാളികേരം മുടക്കുക, ഗണപതി ഭഗവാന് ഇഷ്ടപ്പെട്ട കർഗമാല ചാർത്തുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഭഗവാന് തൃമധുരം കൊടുക്കുന്നത് നല്ലതാണ്, തൃമധുരം നിവേദിക്കുന്നത് നല്ലതാണ്. തേങ്ങ ഉഴിഞ്ഞ് നാളികേരം ഉഴിഞ്ഞ് ദോഷങ്ങൾ മാറാൻ ഭഗവാന്റെ മുമ്പിൽ അടിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.